ഞാൻ ഒരിടത്ത് വായിച്ചൊരു കഥ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ആ കഥ ഇവിടെ പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. പണ്ട് പണ്ടൊരിടത്ത് ഒരു രാജാവുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഒരു കണ്ണും ഒരു കാലും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരിക്കൽ തന്റെ പൂർവികന്മാരുടെ ചിത്രം പരിശോധിക്കുകയായിരുന്നു. അതിനിടയിൽ അദ്ദേഹത്തിന്റെ ചിത്രം മാത്രം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ചിന്തിച്ചു, ഭാവിയിൽ എന്റെ മക്കളും പേരക്കുട്ടികളും ഇവിടെ നോക്കുമ്പോൾ എന്റെ ചിത്രം മാത്രമില്ല, എന്റെ ചിത്രം വരയ്ക്കണം. അദ്ദേഹം രാജ്യത്തിലുള്ള അനേക കലാകാരന്മാരെ വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്റെ ചിത്രം ഏറ്റവും മനോഹരമായി വരയ്ക്കുന്നയാൾക്ക് ഞാൻ കൈനിറയെ സമ്മാനങ്ങൾ നൽകുമെന്ന് അദ്ദേഹം പറയാനിടയായി തീർന്നു. അത് കേട്ട് ചിത്രകാരന്മാരാരും പടം വരയ്ക്കാൻ തയ്യാറായില്ല. കാരണം ഒരു കണ്ണും ഒരു കാലും ഇല്ലാത്ത രാജാവിന്റെ ചിത്രം എങ്ങനെയാണ് മനോഹരമായി വരയ്ക്കുക എന്ന് അവർക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരനായ ഒരു കലാകാരൻ അവിടേക്ക് വന്നിട്ട് പറയുകയാണ്, ഞാൻ രാജാവിന്റെ ചിത്രം വരയ്ക്കാം. എല്ലാവരും വളരെ ആകാംക്ഷയോടെ അദ്ദേഹത്തിനെ തന്നെ നോക്കിയിരുന്നു. കുറച്ചു സമയങ്ങൾക്ക് ശേഷം അദ്ദേഹം രാജാവിന്റെ ചിത്രം പൂർത്തിയാക്കി രാജാവിനെ കാണിച്ചു. രാജാവിന് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാമോ? രാജാവ് കുതിരപ്പുറത്ത് ഇരിക്കുന്ന ഒരു ചിത്രമാണ് അദ്ദേഹം വരച്ചത്. അതിൽ രാജാവിന്റെ ഒരു കാൽ കുതിരയുടെ മറുവശത്തായിരുന്നു. മാത്രമല്ല, ഒരു കണ്ണടച്ച് ശത്രുക്കൾക്ക് നേരെ വില്ല് കുലച്ച് അമ്പെയ്യുന്ന ഒരു ചിത്രമാണ് വരച്ചിരുന്നത്. രാജാവ് അദ്ദേഹത്തിന് കൈനിറയെ സമ്മാനങ്ങൾ നൽകി. ഇതിനകത്ത് നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മറ്റുള്ളവരുടെ കുറവുകളെ കൂടെ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ പഠിക്കുക. അതുപോലെ നെഗറ്റീവ് അടിച്ച് വെറുതെ ഇരിക്കാതെ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളെ ചിന്തിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. താങ്ക് യു.